സർ, ഈ വർണ്ണ മനോഹരമായ കാഴ്ചകളുള്ള മദ്യം, തേന്, പാല് ഒക്കെ ഒഴുകുന്ന മനോഹരമായ മദിരാശിയൊക്കെയുള്ള ഒരു ചിത്രത്തിൻ്റെ ഒരു LED വാള് ഈ നരകത്തിൻ്റെ മുന്നിൽ സ്ഥാപിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നരകം ചൂസ് ചെയ്യാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ചെന്നപ്പോഴേ പാമ്പും തേളും തീയും പറച്ചട്ടിയിൽ ആളെ വറക്കുന്നതൊക്കെയാണ് കാണുന്നത്. അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഈ കാവൽക്കാരനോട് ചോദിച്ചു, നിങ്ങൾ LED വാളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ ഇതിനകത്ത്. ഉടൻ തന്നെ കാവൽക്കാരൻ പറഞ്ഞു, നരകത്തിലേക്ക് ആളെ കിട്ടുന്നതിന് വേണ്ടി ഉള്ള ഒരു PR വർക്ക് മാത്രമാണ് ഈ LED വാൾ. മനോഹരമായ ഒരു LED വാളാണ് ഇതിൻ്റെ മുഖചിത്രം. പക്ഷെ അകത്തേക്ക് കടന്നാൽ നരക സമാനമാണ് കാര്യങ്ങൾ. സർ, ഭൂനികുതി 50% വർദ്ധിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവൻ്റെ നട്ടലൊടിക്കുകയാണ്. സർ, പെട്രോൾ സഹിക്കാത്തത് കൊണ്ടാണ് സർ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ആളുകൾ വാങ്ങുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എന്നിട്ട് അതിൻ്റെ നികുതി കൂട്ടുകയും ചെയ്യുക. സർ, കാരുണ്യ പദ്ധതി അനുസരിച്ച് ഈ കുടിശ്ശിക തന്നെ 1800 കോടി ഉണ്ട്. ഇതിനകത്ത് വെച്ചിരിക്കുന്ന 700 കോടിയാണ്. അതിനർത്ഥം പാവപ്പെട്ടവൻ ഇനിയും പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പുകളിൽ പോയിട്ട് മരുന്ന് വാങ്ങണം എന്നുള്ളത് തന്നെയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1 ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. അല്പമെങ്കിലും വർധന ഉണ്ടാവുന്ന ആളുകൾ പ്രതീക്ഷിച്ചതാണ്. സർ, ഈ കോക്ലിയർ ഇംപ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിന് വേണ്ടിയുള്ള പൈസ ഇല്ല. സർ, 650 കുട്ടികൾക്ക് ചെവി കേൾവി കിട്ടിയത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സർ, ആകെ ഇതിൽ പ്രതീക്ഷ ഉള്ളത് പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം. അത് 5 വർഷത്തേക്ക് ഇനി പാമ്പ് കടിക്കില്ല. അപ്പോൾ പാമ്പുമായി ഉണ്ടാക്കിയിട്ടുള്ള ധാരണാപത്രം അങ്ങ് മേശപ്പുറത്ത് വെക്കണം എന്ന് അഭ്യർത്ഥിക്കുക. പിന്നെ പാമ്പ് വിഷബാധ ജീവഹാനി രാഹിത കേരളം എന്നൊക്കെ പറയുന്ന വലിയ പാടുള്ളത് കൊണ്ട് അതിൻ്റെ പേര് പാമ്പ് പദ്ധതി എന്നാക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. സർ, ഇതുപോലെ തന്നെ പട്ടികളുടെ ഇഷ്യൂ. പക്ഷെ പട്ടികൾ വന്ധീകരണം കൊണ്ട് നമ്മുടെ ബഷീർക്ക പറഞ്ഞ പോലെ കടി നിർത്തുന്നില്ല. ഒരു പിഞ്ചു കുഞ്ഞിനെ 5ഓ 10ഓ പട്ടികൾ ഒന്നിച്ച് കടിച്ച് കീറുന്ന ചിത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വീഡിയോ കണ്ടു. സർ, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഗോക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഗോശാലകൾ ഉണ്ടാക്കുന്ന പോലെ ഇതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ തെരുവ് നായ ശാലകൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കണം എന്ന് ഞാൻ പറയാം. അതിനു വേണമെങ്കിൽ പട്ടി പദ്ധതി എന്ന പേരില്ല. പിന്നെ ആകെ ഇവിടെ ഗുണം ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്കാണ്. സർ, ഇന്നലെ തീരുമാനമെടുത്ത് 2024 ബഡ്ജറ്റ് പ്രകാരം പറഞ്ഞ വിദേശ അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് വരാം എന്നുള്ള തീരുമാനം ഇന്നലത്തെ ക്യാബിനറ്റ് എടുത്തിട്ടുണ്ട്. സർ, ഈ ക്യാബിനറ്റ് എടുത്ത സ്ഥിതിക്ക് ഒന്ന് പോളിറ്റ് ബ്യൂറോയിൽ ഒന്ന് ബന്ധപ്പെട്ടിട്ട് ഈ വെബ്സൈറ്റ് ഒന്ന് മാറ്റാൻ പറയണം. CPMൻ്റെ വെബ്സൈറ്റ് പോളിറ്റ് ബ്യൂറോയോട് മാറ്റാൻ പറയണം. കാരണം ഇതിനകത്ത് ഇപ്പോഴും പറയുന്നത് ഈ 76% ഇപ്പം തന്നെ പ്രൈവറ്റ് സെക്ടർ കൊണ്ടുപോയി 23% ഗവൺമെൻറ് സെക്ടറുള്ളൂ. ദിസ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പ്രൊഫഷണൽ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് ആർ ഓൾറെഡി പ്രൈവറ്റൈസ്ഡ്. മാത്രമല്ല, യെച്ചൂരി അദ്ദേഹം പാവം, അദ്ദേഹത്തിൻ്റെ ഓർമ്മയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ലേഖനം ട്രേഡ് ഇൻ എഡ്യൂക്കേഷണൽ സർവീസസ് എന്ന് പറഞ്ഞുകൊണ്ട് പീപ്പിൾസ് ഡെമോക്രസിയിൽ ഈ വിദേശ സ്വകാര്യ സർവകലാശാല വരുന്നതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MA ബേബി സംസാരിച്ച കാര്യം 2010 VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ രവീന്ദ്രനാഥിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടിയിൽ ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു പോളിസിയിലേക്ക് CPM പോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 14 വർഷം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇതാകാം എന്ന് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ എപ്പോഴും 14 വർഷം പിന്നിലാണ്. ഞങ്ങൾ എക്സ്പ്രസ് വേ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു പശുവിനെ കടത്താൻ പറ്റില്ല, കാരണം ആക്സസ് കൺട്രോൾ റോഡാണ്. ഇപ്പോൾ ഉള്ള റോഡ് ആക്സസ് കൺട്രോൾഡാണ്. നിങ്ങൾക്ക് എവിടെയാണ് ഗോപാലിൻ്റെ പശുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുക?
അപ്പോൾ ഇപ്പോൾ അതാ അഭിമാനത്തോടു കൂടി നിങ്ങൾ ഇതിനകത്ത് പറയുന്നു 4 വരി പാതയാക്കി ഞങ്ങൾ മറ്റേതാക്കി. ആ സമയത്ത് ഞങ്ങളിത് കൊണ്ടുവരാൻ നോക്കിയപ്പം നിങ്ങൾ പറഞ്ഞത് പശുവിനെ കടത്താൻ പറ്റൂല എന്നാണ്. അന്ന് ഞങ്ങൾ കാറ്റിൽ പാസ് ഉണ്ടായിരുന്നു അതിൽ ഓരോ 50 മീറ്ററിലും. പക്ഷേ ഇപ്പോൾ ഇത് കാറ്റിൽ പാസ് പോലും ഇല്ല. മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും ഒരു മനുഷ്യന് എവിടെ പോയിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന രീതിയിലുള്ള റോഡ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതിൽ അഭിമാനം കൊള്ളുന്നു, ഞങ്ങളും അഭിമാനം കൊള്ളുന്നു. കുറച്ചെങ്കിലും നിങ്ങൾ 15 വർഷത്തിന് ശേഷം ഞങ്ങളൊക്കെ പറഞ്ഞതിലേക്ക് വന്നല്ലോ എന്ന്. ഇത് ട്യൂബ് ലൈറ്റ് പോലെ കുറേ കഴിഞ്ഞാലേ ഇത് കത്തുന്നുള്ളൂ. അതൊന്നും മാറണം. പിന്നെ ബ്രൂവറി മനോഹരം. അത് നമ്മൾ ഓർമ്മയില്ലേ, നിങ്ങൾ സമരനായകന്മാർ ഇവിടെ ഉണ്ട്. ആ സമരനായകന്മാർ പ്ലാച്ചിമടയിൽ വെള്ളം കോലയാക്കുന്നതിനെതിരെയായിരുന്നു സമരം. ഇപ്പം നിങ്ങൾ വെള്ളം വീഞ്ഞാക്കിയിരിക്കുന്നു. പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വെള്ളം ഇനി വീഞ്ഞാക്കി അകത്താക്കുക എന്നുള്ളതാണ് ഏക മാർഗമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഏതായാലും അവിടെയുള്ള ജനങ്ങൾ വെള്ളം കുടിച്ച് മരിക്കാൻ പറ്റില്ലെങ്കിലും മദ്യം കഴിച്ച് മരിക്കാൻ പറ്റില്ലോ എന്നുള്ളതാണ് സർ. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുന്നത്, നമ്മൾ ഈ സ്കോളർഷിപ്പുകൾ എല്ലാം നേർപകുതിയാക്കി. ഈ പറഞ്ഞ ജോസഫ് മുണ്ടശ്ശേരി, അബ്ദുൽ കലാം, മദർ തെരേസ എല്ലാം 50% ആക്കി. മൈനോറിറ്റീസിൻ്റെ എല്ലാ അവകാശങ്ങളും എടുത്തു കളയുന്നൊരു സാഹചര്യം ഉണ്ടാക്കി. എന്നിട്ട് നിങ്ങൾ വേറെ പലതും പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ LSS USS നിങ്ങൾ കുടിശ്ശിക വരുത്തി വെച്ചിരിക്കുക. ആ പൈസ പോലും കൊടുക്കുന്നില്ല. പക്ഷെ അതിന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിന് CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പേരാക്കിയിട്ടുണ്ട്. അതായത് നോളജ് ഇൻ്റലിജൻസ് CM റിസർച്ച് സ്കോളർഷിപ്പ് എല്ലാം CMൻ്റെ പേരാക്കുകയാണെങ്കിൽ അത് നരേന്ദ്രമോദിക്ക് ഒരു നരേന്ദ്രമോദി സിൻഡ്രം ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പേര് എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവണം, എല്ലാത്തിലും ഇതുണ്ടാവണം. ഇതിനെപ്പറ്റി ആശിഷ് നന്ദി പറഞ്ഞിട്ടുണ്ട്. അത് ഓട്ടോക്രസിയുടെ ഒരു ഭാഗമാണ്. അത് സൈക്കോളജിക്കൽ പ്രശ്നമാണ് സർ. അങ്ങനത്തെ പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അദ്ദേഹം അത് ചികിത്സിച്ച് ഭേദമാക്കണം. കാരണം ഈ സിൻഡ്രം നമുക്ക് പറ്റിയൊരു സിൻഡ്രമല്ല. അതോ അദ്ദേഹത്തെ ആരെങ്കിലും കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ അവരെ നിലക്ക് നിർത്താനും തയ്യാറാക്കണം. കാരണം ഇത് ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് സർ. ഇനി എൻ്റെ മണ്ഡലത്തിലെ 1-2 വിഷയം പറയാം. ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഈ കോഴി വേസ്റ്റ് ദുർഗന്ധം കൊണ്ട് യാതൊരു നിർവാഹവുമില്ല സർ. ഇവിടെ ഇരിക്കുന്ന വിജയൻ ഏട്ടനും കുറേ ആൾക്കാരും അവിടെ വന്നിരുന്നു ഒരു കമ്മിറ്റിയായിട്ട്. അതിൻ്റെ റിപ്പോർട്ട് എന്തായി? അവിടെ നാട്ടുകാർ 400 കണക്കിന് ആളുകൾ, കുടുംബത്തിൻ്റെ ആളുകൾ അവിടെ സമരം ചെയ്യുക സർ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എന്തെങ്കിലും അംഗീകാരമുണ്ടോ? എന്തെങ്കിലും ഒന്ന് നോക്കൂ സർ. പിന്നെ എനിക്ക് ആകെ പറയാനുള്ളത്, എൻ്റെ മണ്ഡലത്തിൽ സർ ഈ ബഡ്ജറ്റിനെ പറ്റി ഒന്നും ഞാൻ പറയാതെ വേറെ കാര്യം പറയാൻ കാരണം ഒരു കാര്യവുമില്ല. 20% വെച്ച് എൻ്റെ മണ്ഡലത്തിൽ 4-5 പ്രോജക്റ്റ് അങ്ങയുടെ ഇൻബോക്സിൽ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6-7 മാസമായി സാറിനെ ഞാൻ നേരിട്ട് എത്ര വിളിച്ചു സർ. എന്താണ് ഇത് ഇപ്പോൾ ബെറ്റർ സൈഡ്? പിന്നെ എന്തിനാണ് നിങ്ങൾ 20% ഇതിൽ വെക്കുന്നത്? 100 രൂപ വെച്ചാൽ പോരെ? ടോക്കൺ വെച്ചാൽ മതി. നിങ്ങളൊന്ന് വന്ന് പറയൂ, പ്രതിപക്ഷത്തുള്ളവർക്ക് ഇതേ തരൂ എന്ന് അങ്ങ് ഇന്ന് പ്രഖ്യാപിക്കണം. ഞങ്ങൾ 2ാം തരം പൗരന്മാരാണ് അല്ലേ? നിങ്ങളുടെ ദൃഷ്ടി ഞങ്ങൾ ഓടിളക്കി വന്നതല്ല. അവിടെ നിങ്ങളെ തോൽപ്പിച്ച് ജയിച്ചു വന്ന MLA ആണ് ഞാൻ സർ. അവിടെയുള്ള തൊട്ടടുത്ത അയൽവാസിക്ക് കൊടുക്കുന്ന ഒന്നും എനിക്ക് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല സർ. അതിന് അങ്ങയുടെ മുന്നിൽ വന്ന് ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുക സർ. നരിക്കുനി ഫയർ സ്റ്റേഷൻ എനിക്ക് അംഗീകാരം കിട്ടിയിട്ട് എത്ര സമയമായി സർ? ആ അംഗീകാരം തന്നിട്ട് 3-4 വർഷമായി. ഇവിടെ മുഖ്യമന്ത്രി എനിക്ക് അഷുറൻസ് തന്നാണ്. നിങ്ങൾ അത് 5 ഫയർ സ്റ്റേഷനിൽ 2 മതിയെന്ന് തീരുമാനിച്ചു, അല്ല 4 മതിയെന്ന് തീരുമാനിച്ചു. ആ 4 മറ്റുള്ളവർക്ക് കൊടുത്ത് അവരൊക്കെ പോസ്റ്റർ ഇറക്കുമ്പോൾ ഞാനവിടെ വായി തുറന്നിരിക്കുക സർ. ഞങ്ങളവിടെ ഭൂമി വേണമെന്ന് പറഞ്ഞ് ഭൂമി കൊടുത്തു സർ. എൻ്റെ താമരശ്ശേരി താലൂക്ക് ആശുപത്രി മുഖ്യമന്ത്രി തീരുമാനിച്ചതാണ് ഈ ബഡ്ജറ്റിൽ കൊണ്ടുവരണമെന്ന്. അതനുസരിച്ച് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഹെൽത്ത് സെക്രട്ടറിയും ഒക്കെ എഴുതി അങ്ങേക്ക് തന്നു. അങ്ങ് പറഞ്ഞത് പണ്ട് നബാർഡിലുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ആ നബാർഡ് എങ്ങനെ പോയി എന്നുള്ളതിൻ്റെ വിവരം എനിക്ക് തരണമെന്നാണ്. എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല സർ. പക്ഷെ അവിടെ വന്ന് പറയണം.
ഇവനെ ഞങ്ങൾ രണ്ടാം തരം പൗരനായി കാണുന്നതുകൊണ്ട് തരാൻ പറ്റില്ല. ഞാൻ വൈകാരികമായി പറയാണ്. അങ്ങനെ മുന്നിൽ വന്നിരിക്കും ഞാൻ. ഒരു മണ്ഡലത്തെ ഇങ്ങനെ വിവേചനത്തോടു കൂടി കാണരുത്.